ജീവിതത്തിൽ 2 സിനിമയെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതിപ്പോൾ രണ്ടാമത്തെ സിനിമ ഇതാണ്. അപ്പം ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് ദൃശ്യം 3 കണ്ടപ്പോഴും അതായിരിക്കും മോഹൻലാലിൻ്റെ മകളെന്ന് കരുതിയിരുന്നാണ് അദ്ദേഹം. അവസാനത്തെ അടി ഞാൻ വിചാരിച്ച ചത്തുപോകുന്ന വെച്ചാൽ പെണ്ണ്, പക്ഷെ കിണ്ണൻ അടിയായിരുന്നു. പിന്നെ മോഹൻലാലിന്റെ മോളല്ലേ, അടിപൊളിയല്ലേ. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ചിത്രം കാണാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഫാൻസിന്റെ കൂടെ ഒന്ന് കാണുമ്പോൾ പോടൊക്കെ അപ്പം നമുക്ക് പൊളിക്കാൻ പറ്റും. ഇത് ഫാമിലിയിൽ വന്നത് ഫാൻസിന്റെ ഒന്ന് കാണുമ്പോൾ നമുക്കൊന്നും കൂടി ചില്ല് ചെയ്യാൻ പറ്റും. വിസ്മയുടെ തുടക്കം നന്നായി. നല്ല സിനിമ, മോഹൻലാലിൻ്റെ മകളുടെ അരങ്ങേറ്റമല്ലേ, അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കാണാൻ പറ്റിയത്. അങ്ങനെയുണ്ട് സിനിമ പറയുന്നത്. നല്ല സിനിമ, നല്ല ഭാവിയുള്ള കുട്ടിയാണ്, നല്ലൊരു ആക്ട്രസ്സായിട്ട് മാറും എന്നുള്ള ഉറപ്പാണ്. മാത്രമല്ല മോഹൻലാലിൻ്റെ മകളല്ലേ, അപ്പോൾ ലോകമെല്ലാം സ്വീകരിക്കുമല്ലോ, ഒരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ഹാപ്പിയാണോ സിനിമ? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഉമ്മയ്ക്ക് എങ്ങനെ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു? മക്കളെയൊക്കെ ഇതുപോലെ സെൽഫ് ഡിഫെൻസ് എൻ്റെ സഹോദരിയാണ് മക്കളില്ല. എന്നാലും സിനിമ ഇവർ ജീവിതത്തിൽ 2 സിനിമയെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതിപ്പോൾ രണ്ടാമത്തെ സിനിമ ഇതാണ്. അപ്പം ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് ദൃശ്യം 3 കണ്ടപ്പോഴും അതായിരിക്കും മോഹൻലാലിൻ്റെ മകളെന്ന് കരുതിയിരുന്നാണ് അദ്ദേഹം. സിനിമയെ പറ്റി അതുകൊണ്ട് ധാരണ. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഇതാണ് റിയലായിട്ട്. ഈ സിനിമയാണോ ആദ്യമായിട്ട്? അതെ, ആദ്യമായിട്ട് കണ്ടത്. ഓൺലൈൻ സ്റ്റോറിയാണ്. അതുപോലെ തന്നെ സിനിമയിൽ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കൽ ടീംസ് വളരെ അടിപൊളിയാണ്. കാരണം ജേക്സ് ബിജോയുടെ മ്യൂസിക്കിലൊന്നും പറയാനില്ല, സൂപ്പർ മ്യൂസിക്കിലാണ്. അതുപോലെ തന്നെ എഡിറ്റിങ് രക്ഷയില്ല. അതുപോലെ തന്നെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കമാണെങ്കിൽ അടിപൊളി തുടക്കം തന്നെയാണ് ഇവർ രണ്ടുപേരും എടുത്തേക്കുന്നത്. സിനിമ നമ്മൾ കാണണം, കാരണം ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ് സൂപ്പറാണ്. അതുപോലെ തന്നെ വില്ലനിസം, പക്കാ വില്ലനിസം എന്ന് പറയുമ്പം അതിനകത്ത് ഏറ്റവും അവസാനം മാത്രമാണ് വില്ലനൊരു ഡയലോഗുള്ളത്. അതുവരെയുള്ള അതിൻ്റെ അകത്ത് വില്ലനിസം സൂപ്പറാണ്. അതുപോലെ തന്നെ നൈസ് മൂവി, ഒന്നും പറയാനില്ല, സൂപ്പർ. അതാ പറഞ്ഞത്, ടെക്നിക്കൽ ടീമിൻ്റെ വർക്ക്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി, ലൈറ്റിങ്, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റിങ്, അത് ബാക്ക് ഷോട്ട് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിനകത്ത് ലൈറ്റിങ്ങും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ഒന്നും പറയാനില്ല, സൂപ്പറാണ്. അതുപോലെ തന്നെ ജെക്സ് ബിജോയുടെ മ്യൂസിക്കൽ രക്ഷയില്ല, സൂപ്പർ. കിടിലം പടം വരുന്ന അടി എന്ന് പറഞ്ഞാൽ നല്ല അടിയായിരുന്നു, സെറ്റപ്പ് അടി. അവസാനത്തെ അടി ഞാൻ വിചാരിച്ച ചത്തുപോകുന്ന വെച്ചാൽ പെണ്ണ്, പക്ഷെ കിണ്ണൻ അടിയായിരുന്നു, അടിപൊളിയായിരുന്നു സെറ്റ്. നല്ല സൂപ്പർ മൂവിയാണ്, അടിപൊളി മൂവിയാണ്, പിള്ളേരെ കണ്ടിരിക്കേണ്ട മൂവിയാണ്. പ്രത്യേകിച്ച് പെൺപിള്ളേർ നല്ലൊരു മാതൃകയാണ്, നല്ല കിടില അടിയാണ്, സൂപ്പർ. അടിപൊളി പടം, എന്തായാലും പെൺപിള്ളേരെ മസ്റ്റായിട്ട് കാണേണ്ട പടമാണ് തന്നെ. ഇത് കണ്ട് പല പെൺപിള്ളേരും സമൂഹത്തിലേക്ക് വരും, ഇങ്ങനെ മാർഷലായിട്ട് പഠിക്കാൻ ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മാതൃകയാണ് പെണ്ണുങ്ങൾക്ക്, മാതൃകയാവട്ടെ, എല്ലാവർക്കും ഒരു മാതൃകയായ ഒരു സിനിമയാണ്, നല്ലതാണ്. കുഴപ്പമില്ല, ലേഡീസിന് കുട്ടികൾക്കൊക്കെ ഒരു നല്ല പ്രയോജനമായി തോന്നും വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് വിസ്മയുടെ പ്രകടനം? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. തുടക്കം ഒരു നല്ലൊരു തുടക്കമാകട്ടെ. അതെ, എന്തൊക്കെ എന്തായാലും നല്ലൊരു ഇതായിക്കൊണ്ട് വിസ്മയെ പോലെ ആകണമെന്നുള്ള ഒരഭിപ്രായമുണ്ട്. വിസ്മയും അതുപോലെ ആശിഷിന്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? ആന്റണി പെരുമ്പാറിന്റെ മോഹൻ കുഴപ്പമില്ല. മോഹൻലാലിൻ്റെ മോള് നന്നായിരുന്നു, നല്ല ഷോ ആയിരുന്നു, വെരി ഗുഡ്. അവരെ തുടക്കം ഗംഭീരാക്കിയോ? തുടക്കം നല്ല ഭംഗിയായിരുന്നു, കൊള്ളാം. പിന്നെ വിസ്മയ ആദ്യമായിട്ട് അടിപൊളി ഒരു നിമിഷം അതുപോലെ ആകാം എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും തോന്നിയായിരുന്നു, കുഞ്ഞിലേ തുടങ്ങി പഠിപ്പിക്കണം എന്നുള്ളത്. ഇപ്പോഴത്തെ ലോകം അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ നെഗറ്റീവ് കഥാപാത്രം ചെയ്ത അടിപൊളിയായിട്ടുണ്ട്. അതും ഇത് പറഞ്ഞ പോലെ ആദ്യമായിട്ട് വില്ലൻ ചെയ്തതാണെന്ന് തോന്നുന്നില്ല, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വില്ലനെ പോലെ അഭിനയിച്ചു, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഡയലോഗൊന്നും ഇല്ലായിരുന്നു വില്ലന്, ലാസ്റ്റ് മാത്രം ഡയലോഗ് ഉണ്ടാവുള്ളൂ വില്ലന്. ലാസ്റ്റ് ആയപ്പോൾ ജസ്റ്റ് 2 വാക്ക് അത്രേ ഉള്ളൂ. സിനിമ മൊത്തത്തിൽ കൊള്ളാം, കണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ മോഹൻലാലിന്റെ മോളല്ലേ, അടിപൊളിയല്ലേ, അടിപൊളിയായിരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫാൻസിന്റെ കൂടെ ഒന്ന് കാണുമ്പോൾ പോടൊക്കെ അപ്പം നമുക്ക് പൊളിക്കാൻ പറ്റും. ഇത് ഫാമിലിയിൽ വന്നത് ഫാൻസിന്റെ ഒന്ന് കാണുമ്പോൾ നമുക്കൊന്നും കൂടി ചില്ല് ചെയ്യാൻ പറ്റും. ആ ലാലേട്ടനും മോളും ഒരുമിച്ചുള്ള ഫേസ് നമുക്ക് പൊളിയായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ആളിപ്പോ ഈ സമയമുണ്ടേ, രാത്രിക്കാണെങ്കിൽ ഇച്ചിരി ആൾ കൂടുതലായിരിക്കും. അതെ, ഫാമിലി അല്ല, അപ്പൊ ഈ കവിത പറയുമ്പോഴത്തേക്കും ഫാൻസിന്റെ കൂടെ ഒന്ന് കാണണം പടം. കവിത അങ്ങനെയാണല്ലോ, ഇത്രയും കൂടെ നല്ല അടിപൊളിയായിരിക്കും ശരിക്കും പറഞ്ഞാൽ. നല്ല സിനിമയാണ്. ഇപ്പം മോഹൻലാലിൻ്റെ മോളുടെ ഒരു തുടക്കം എന്നുള്ളതിനൊക്കെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ചിത്രം കാണാൻ വന്നത്. എൻട്രി എന്തായാലും നന്നായിട്ടുണ്ട്, മോഹൻലാലിൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ടല്ലോ അതിൽ. എന്തായാലും ആ കുട്ടിക്കൊരു നല്ല ഭാവിയുണ്ട്.
നല്ലൊരു രണ്ടുപേരും ഉണ്ടല്ലോ, മറ്റേ ആന്റണി ചേട്ടൻ്റെ മോൻ ആന്റണി ചേട്ടൻ്റെ മോൻ നല്ല പെർഫോമൻസാണ്. ജൂഡ് ആന്റണി ഇവരെ വെച്ചിട്ട് ചെയ്ത ആ ഒരു റിസ്ക് എങ്ങനെയുണ്ടായിരുന്നത്? സക്സസ് ആയത്? റിസ്ക് തന്നെയാണ്, പക്ഷേ സക്സസ് ആണ്. ഫിലിം സക്സസ് ആയിട്ടുണ്ട്, മോശം എന്ന് പറയാനില്ല. രണ്ടുപേരും നന്നായിട്ടുണ്ട്. പിന്നെ പബ്ലിക്കിന് ഒരു മെസ്സേജും കൊടുക്കുന്നുണ്ട്. പബ്ലിക് മെസ്സേജ് ഉണ്ട് തീർച്ചയായിട്ടും. ഇതൊരു സ്ത്രീപക്ഷ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീപക്ഷ സിനിമയായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇപ്പോഴുള്ള ഈ മയക്കുമരുന്നും പിന്നെ അതുപോലെയുള്ള മദ്യവും മയക്കുമരുന്നുമായിട്ട് ധാരാളം കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾ മുതൽ ഏത് വിധത്തിലുള്ള സ്ത്രീകൾക്കും യാത്ര ചെയ്യാനോ നാട്ടിൽ ജീവിക്കാനോ പറ്റാത്ത ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇന്ത്യയിൽ ഒട്ടൊക്കെ ഉണ്ട്, കേരളത്തിൽ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ മെസ്സേജ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെയുള്ള ഒരു മെസ്സേജായിട്ടാണ് നമ്മൾ ഈ സിനിമയെ കാണേണ്ടത്. തീർച്ചയായിട്ടും അത് നമുക്ക് അഡ്മിറ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ പൊതുജനത്തിനുള്ള, പബ്ലിക്സിനുള്ള, അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽസിനുള്ള ഒരു വാണിംഗ് ആയിട്ട് വേണമെങ്കിൽ ഈ സിനിമയെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. എങ്ങനെയുണ്ട് അവരുടെ തുടക്കം? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. വിസ്മയുടെ തുടക്കം നന്നായി. സിനിമ പറയുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ആ മെസ്സേജ് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചാണ്. അതെ വേണം.